നരേന്ദ്രമോദിക്കെതിരെ ബിജെപിക്കെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കത്തിക്കയറുകയാണ്. എന്താണ് സംഭവിച്ചത്? നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ. ലോക്സഭയിൽ ബജറ്റിന്മേലുള്ള ചർച്ചയ്ക്കിടെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മഹാഭാരതത്തിലെ ഉദാഹരണങ്ങളുമായി ബിജെപിയെ വിമർശിച്ചത്. രാജ്യം താമരയുടെ ചക്രവ്യൂഹത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും ബിജെപി ചിഹ്നത്തെ പരാമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു. ബിജെപിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ ഇൻഡെക്സേഷൻ നീക്കം ചെയ്യുകയും ദീർഘകാല മൂലധന നേട്ട നികുതി വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മധ്യവർഗത്തെ വഞ്ചിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, മോഹൻ ഭാഗവത്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വ്യവസായികളായ അംബാനി, അദാനി എന്നിവരാണ് ചക്രവ്യൂഹം സൃഷ്ടിച്ചതെന്നും രാഹുൽ ലോക്സഭയിൽ ബജറ്റ് ചർച്ചയിൽ ആരോപിച്ചു. മഹാഭാരതത്തിൽ നിന്ന് സമാനതകൾ വരച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബജറ്റിനെ ചൊല്ലി ബിജെപി അക്ഷരാർത്ഥത്തിൽ കടന്നാക്രമിച്ചു എന്ന് തന്നെ പറയാം. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു പുതിയ ചക്രവ്യൂഹം രൂപപ്പെട്ടു, അതും താമരയുടെ രൂപത്തിൽ. പ്രധാനമന്ത്രി ഈ ചിഹ്നം നെഞ്ചിൽ തന്നെ ധരിക്കുന്നു. അഭിമന്യുവിനോട് ചെയ്തത് ഇന്ത്യയോടും യുവാക്കളോടും കർഷകരോടും സ്ത്രീകളോടും ചെയ്യുന്നു. അതിനിടയിൽ സ്പീക്കർ ഇടപെട്ടുകൊണ്ട് നിയമങ്ങളും നടപടിക്രമങ്ങളും പാലിക്കണമെന്ന് രാഹുൽ ഗാന്ധിയെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അജിത് ഡോവൽ, അംബാനി, അദാനി എന്നിവരുടെ പേരുകൾ ഒഴിവാക്കാമെന്നും പകരം സംഖ്യകൾ ഉപയോഗിക്കാമെന്നുമാണ് ഇതിന് രാഹുൽ ഗാന്ധി മറുപടിയായിട്ട് പറഞ്ഞത്. അതേപോലെ തന്നെ കുത്തക മൂലധനത്തിന്റെ ആശയം ഇന്ത്യയുടെ മുഴുവൻ സമ്പത്തും രണ്ടുപേർക്ക് മാത്രം സ്വന്തമാക്കാൻ അനുവദിക്കുക, CBI, ED, IT തുടങ്ങിയ സ്ഥാപനങ്ങളുടെയും ഏജൻസികളുടെയും ദുരുപയോഗം, ഇതെല്ലാം രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. വൻകിട ബിസിനസ്സുകളുടെ കുത്തക ശക്തിപ്പെടുത്തുകയും ജനാധിപത്യ ഘടനയെ തകർക്കുന്ന രാഷ്ട്രീയ കുത്തക ഉറപ്പാക്കുകയുമാണ് ഈ ബജറ്റിന്റെ ഏക ലക്ഷ്യമെന്നും രാഹുൽ ഗാന്ധി വിമർശിക്കുന്നുണ്ട്. നോട്ട് നിരോധനം, GST, നികുതി ഭീകരത എന്നിവയിലൂടെ ഇന്ത്യക്ക് തൊഴിൽ നൽകിയ ചെറുകിട ഇടത്തരം ബിസിനസ്സുകൾ ആക്രമിക്കപ്പെട്ടുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. യുവാക്കൾക്ക് തൊഴിൽ നൽകിയ ചെറുകിട വ്യവസായങ്ങളെ നോട്ട് നിരോധനത്താലും നികുതി ഭീകരതയാലും ചക്രവ്യൂഹത്തിലാക്കി. അതേപോലെ തൊഴിലില്ലായ്മയുടെയും പേപ്പർ ചോർച്ചയുടെയും ചക്രവ്യൂഹത്തിൽ യുവാക്കൾ അകപ്പെട്ടു. കർഷകർ കടത്തിന്റെ ചക്രവ്യൂഹത്തിലാണ്. ചെറുകിട വ്യവസായങ്ങൾ നികുതി ഭീകരതയുടെ ചക്രവ്യൂഹത്തിലാണ് എന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ ബജറ്റ് സമ്മേളനത്തിന് മുൻപ് ധനമന്ത്രാലയത്തിൽ നടന്ന പരമ്പരാഗത ഹൽവ ചടങ്ങിന്റെ ഫോട്ടോയിൽ ഒരു OBCയെയോ ആദിവാസിയെയോ ദളിതനെയോ കാണുന്നില്ല എന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു. പ്രധാനമന്ത്രി മോദിയെ എപ്പോഴും ശ്രദ്ധിക്കുന്നത് മധ്യവർഗമാണെന്ന് അടിവരയിടുന്നു. ഹിന്ദുമതത്തിലെ ശിവന്റെ വിവാഹ ഘോഷയാത്ര പോലെ എല്ലാവർക്കും ജീവിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്ന സാഹചര്യമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. പോരാട്ടം ശിവന്റെ ഘോഷയാത്രയും ചക്രവ്യൂഹവും തമ്മിലാണത്രേ. രാജ്യത്ത് ഭയത്തിന്റെ അന്തരീക്ഷമാണ് ഉള്ളതെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. BJPയിൽ ഒരാൾക്ക് മാത്രമേ സ്വപ്നം കാണാൻ അധികാരമുള്ളൂ. പ്രതിരോധ മന്ത്രിക്ക് പ്രധാനമന്ത്രിയാകാമെന്ന് സ്വപ്നം കാണാൻ പേടിയാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ജാതി സെൻസസ് നടത്തി നിയമപരവും ഉറപ്പു നൽകിയതുമായ MSP ഈ സഭയിൽ പാസാക്കുന്നതിലൂടെ ഇന്ത്യൻ സംഘം ഈ ചക്രവ്യൂഹത്തെ തകർക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഹിന്ദുമതത്തിൽ ശിവ് കി ഭാരത് എന്നത് ചക്രവ്യൂഹത്തിന്റെ വിപരീതമാണ്. ശിവ് കി ഭാരതിൽ ആർക്കും ചേരാം, ഏതു മതത്തിൽ നിന്നുള്ള ആൾക്കും. ഈ പോരാട്ടം ശിവ് കി ഭാരതും ചക്രവ്യൂഹം തമ്മിലാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ഹൽവ കഴിക്കുമ്പോൾ ബാക്കിയുള്ളവർക്കത് ലഭിക്കുന്നില്ല. ബജറ്റ് തയ്യാറാക്കിയ 20 ഉദ്യോഗസ്ഥരിൽ ന്യൂനപക്ഷ OBC പ്രതിനിധികൾ വെറും 2 പേർ മാത്രമായിരുന്നുവെന്നാണ് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞത്. ഫോട്ടോയിൽ അവരിൽ ഒരാൾ പോലുമില്ല. ഇതുകൊണ്ടാണ് രാജ്യം ജാതി സെൻസസ് ആഗ്രഹിക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബ്യൂറോക്രസിയിൽ SC, ST, OBC വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പ്രാതിനിധ്യം കുറവാണെന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നമെന്നും അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നുണ്ട്. എന്തായാലും മോദിക്കെതിരെയും BJPക്കെതിരെയും ശക്തമായ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുള്ളത്. ഇതിൽ മോദിയുടെ നീക്കം എന്താണ്, എന്തൊക്കെ നടപടികളിലേക്കാകും മോദി കടക്കുക, ഇതിനുള്ളൊരു കാത്തിരിപ്പിൽ തന്നെയാണ് ജനമിപ്പോൾ. കാരണം ഇന്ത്യയെ വികസിത് ഭാരത് എന്ന സങ്കല്പത്തിലൂന്നി വലിയ നേട്ടങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ ഏറുന്നത്. വിവിധ പദ്ധതികളിലൂടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ മികച്ച നേട്ടം കൊയ്യണം എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് നൽകിയ വാക്ക്. പ്രതിഷേധത്തിന്റെയും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെയും വിമർശനങ്ങളെയും ഒക്കെ എങ്ങനെ നരേന്ദ്രമോദി എടുക്കും, ആ സർക്കാർ എത്രത്തോളം മാറ്റങ്ങൾ, എന്തൊക്കെ രീതിയിൽ ഇതിനുള്ള മറുപടി കൊടുക്കും എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.